അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 വീതം ഓപ്ഷൻസ് അഥവാ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഉത്തരത്തിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഈ ലോകം നശിക്കുന്ന നാളിന് പറയും. പെരുന്നാൾ നാള്, ഖിയാമത്ത് നാൾ. അപ്പം ലോകം നശിക്കുന്ന നാളിന് പറയുന്നത് എന്താണ്? ഖിയാമത്ത് നാള് എന്നാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, സൂറിൽ ഊതുന്ന മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം, ഇസ്റാഫീൽ അലൈഹിസ്സലാം. അപ്പോൾ സൂറിൽ ഊതുന്ന മലക്ക് ഏതാണ്? ഇസ്റാഫീൽ അലൈഹിസ്സലാമാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹു കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഇടും ദുർജനങ്ങളെ, സജ്ജനങ്ങളെ. അപ്പോൾ ദുർജനങ്ങൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ദുർജനങ്ങൾ. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ദുർജനങ്ങളെയാണ് അള്ളാഹു താല എവിടെ ഇടുക? നരകത്തിലിടുക. അപ്പോൾ ദുർജനങ്ങൾ എന്നുള്ള അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ടു, പിതാവ് മരണപ്പെട്ടു. അപ്പോൾ ആരാണ്? പിതാവാണ് മരണപ്പെട്ടത്. അപ്പം ജനിക്കുന്ന മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാണ് മരണപ്പെട്ടത്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, നല്ലതും ചീത്തതുമായ എല്ലാം ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ്, വിധി അനുസരിച്ചല്ല. അപ്പം എന്താണ്? വിധി അനുസരിച്ചാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി ആറാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ശരി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഭാഗം, യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, നമ്മുടെ നബിയുടെ ഗോത്രം ഏതാണ്? ഖുറൈശ് അല്ലേ? അപ്പോൾ അത് രണ്ടാമത്തെ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ഓരോന്നിനോടും യോജിച്ചത് അതിന് നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ നബിയുടെ ഗോത്രം. അപ്പോൾ ബോക്സിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ഖുറൈശ്, അംബിയ, മുർസലുകൾ, ഹാഷിമി. അപ്പം നമ്മുടെ നബിയുടെ ഗോത്രം ഏതാണ്? ഖുറൈശ് ആണ് അല്ലേ? അപ്പോൾ അവിടെ ഖുറൈശ് എന്ന് എഴുതുക. നമ്മുടെ നബിയുടെ വംശം. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ നബിയുടെ വംശം ഏതാണ്? ഹാഷിമി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോക്സിൽ നിന്നും ഹാഷിമി എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് മദീനയിലേക്ക് അല്ലേ? അപ്പം മദീനയിലേക്ക് എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. നാലാമത്തത്, 63 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത്, പരമ വിശ്വസ്തരാണവർ. ആരാണ്? അംബിയ, മുർസലുകൾ. അപ്പം അംബിയ, മുർസലുകൾ എന്നുള്ളതിന് നേരെ അതെന്താക്കുക? അവിടെ എടുത്ത് എഴുതി കൊടുക്കുക. ഇനി അടുത്ത ഭാഗമാണ് നോക്കാനുള്ളത്. മൂന്നാമത്തത്, പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും പൂർത്തിയാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബിയാണ് അല്ലേ? അപ്പം നബിയാണ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ നബി. അപ്പോൾ അവിടെ ആദ്യത്തെ നബി എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, ജീവികളിൽ ഉത്കൃഷ്ടരാണ്. ആരാണ്? മനുഷ്യർ.
അപ്പോൾ മനുഷ്യർ എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അടുത്ത ഭാഗം നോക്കാം. നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അവിടെയും 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള രൂപത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഖദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക്. ഖദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് എന്ത്? ഖലാ അല്ലേ. ഖലാ എന്നവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഒരു കാര്യം നാളെ ഞാൻ ചെയ്യുമെന്ന് നീ പറയരുത്. എന്ത് പറയാതെ. അപ്പം നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ എന്തോ ഒരു കാര്യം പറയണം. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ഇൻഷാ അള്ളാഹ് എന്ന് പറയാതെ. അപ്പോൾ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം? ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. മൂന്നാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? അപ്പോൾ അതിൻ്റെ ഉത്തരം അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് എന്ത് പറയും? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയും. ഇനി നാലാമത്തെ ചോദ്യമാണ് മുസ്ലിങ്ങൾ ആരാണ്? ഉത്തരം ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഇനി അഞ്ചാമത്തെ ഭാഗമാണ് നോക്കാനുള്ളത്. ചോദ്യം 1 ആരാധനക്ക് ഡേഷ് അള്ളാഹു മാത്രമാണ് അല്ലേ. അവിടെ പൂരിപ്പിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് എഴുതി കൊടുക്കാനുള്ളത്? ആരാധനക്ക് ഡാഷ് അള്ളാഹു മാത്രമാണ്. അപ്പോൾ അവിടെ അർഹൻ എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അത് പൂരിപ്പിച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ വരും? ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് വരും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ത് ഗുണം ലഭിച്ചാലും ഡാഷ് എന്ന് പറയണം. എന്താണ് പറയേണ്ടത്? അൽഹംദുലില്ലാഹ് അല്ലേ. അപ്പോൾ അവിടെ അൽഹംദുലില്ലാഹ് എന്ന് എഴുതി കൊടുക്കുക. എന്ത് ഗുണം ലഭിച്ചാലും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. മൂന്നാമത്തത് മലക്കുകളുടെ എണ്ണം ഡാഷ് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അവിടെ അള്ളാഹുവിന് എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഇനി അടുത്തത് 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ് നാലാമത്തെ ഭാഗമായിട്ട് വരുന്നത്. ആറാമത്തെ ഭാഗം ആയിട്ട് വരുന്നത് എന്താണ്? 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈമാൻ കാര്യം എത്ര പഠിച്ചിട്ടുണ്ട്? 6ഓളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതുക. ഏതൊക്കെയാണ്? ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക, നാലാമത്തത് അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക, അഞ്ചാമത്തത് അവസാന നാളിൽ വിശ്വസിക്കുക. അപ്പോൾ ആറാമത്തത് അവിടെ കൊടുത്തിട്ടില്ല. എന്താണ്? നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് കിതാബുകൾ 2 എണ്ണം എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ 4ഓളം കിതാബുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് അത് ആർക്കൊക്കെ ഏതൊക്കെ നബിക്കാണ് ഇറക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കിതാബുകൾ 2 എണ്ണം എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ തൗറാത്ത് എഴുതാം, സബൂർ എഴുതാം, അല്ലെങ്കിൽ ഇഞ്ചീൽ എഴുതാം, അല്ലെങ്കിൽ ഏത് എഴുതാം? ഖുർആൻ എഴുതാം. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം ആണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.